കഴിഞ്ഞ ദിവസം മൈൽസ് എന്നോട് ചോദിച്ചു ക്രിസ്മസിന് എന്താ വേണ്ടേന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സീ ഫുഡ് ബോയിൽ വേണമെന്ന്. അത് ഇപ്പം എൻ്റെ ടിക്ടോക്കിലൊക്കെ കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും ഒന്ന് കഴിച്ച് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ക്രിസ്മസിന് അത് മതിയെന്ന്. അപ്പം എന്നെ ഇന്ന് റെഡ് ലോബ്സ്റ്ററിൽ കൊണ്ടുവന്നു കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇന്നാളൊക്കെ വരുമ്പം നമ്മൾ ഈ ലോബ്സ്റ്ററൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ചുമ്മാ പുഴുങ്ങിയ പോലെ ഇരിക്കുമ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലായിരുന്നു. അപ്പം ഇതങ്ങനെ നമുക്കിഷ്ടമുള്ള അത്രയും സ്പൈസി ലെവലിലൊക്കെ കഴിച്ച് നോക്കാൻ ഒരു ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ആം, ഇതാ അവിടുത്തെ മെനു. ഞാൻ ഓർഡർ ചെയ്ത് കുടിക്കാനായിട്ട് ഇപ്പം ക്രിസ്മസിൻ്റെ എന്തോ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആയിരുന്നു. കുഴപ്പമില്ല, അത് നല്ലായിരുന്നു. പിന്നെ ഇതാ അവിടുത്തെ കോംപ്ലിമെന്ററി ബിസ്ക്കറ്റ്. ഇവിടെ കുഞ്ഞുമാവ് വർത്താനം പറയുന്നുണ്ട് കേട്ടോ, ആർക്കെങ്കിലും ഇടയ്ക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അതാ. ഇതാ ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ ഒരു ക്രിസ്മസ് കുക്കിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് ആ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അവൾ അവിടെ നിന്ന് ഒരെണ്ണം കഴിച്ചു കേട്ടോ. ഒരെണ്ണം അവൾ തീരുന്ന വരെ കഴിച്ചായിരുന്നു. അവൾക്കല്ലാത്ത ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ അപ്പറ്റൈസർ. ഇതെന്നാന്നറിയാലോ, മറ്റേ നമ്മുടെ നാട്ടിൽ എന്നാ പറയുന്നത്, കണവ എന്ന് പറയുന്ന ആ മീനാട്ടോ ഇത്. എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ദാണ്ടേ എൻ്റെ സീ ഫുഡ് ബോയിൽ അങ്ങനെ കാത്തിരുന്ന് വന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഇതിനകത്ത് ഷ്രിമ്പ്, 2 ലോബ്സ്റ്റർ ടെയിൽ, പിന്നെ പൊട്ടറ്റോ, കോൺ, പിന്നെ ഈ ക്രാബ്, ഇത്രയൊക്കെയാ ഉള്ളേ. ഏട്ടാ, ഇത് എനിക്ക് മുഴുവൻ കഴിച്ച് തീർക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാന് ലോബ്സ്റ്റർ ടെയിൽ മുഴുവൻ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ലെഗും അതും ഇതൊക്കെ ബാക്കി വന്നു. അത് ഞാൻ വീട്ടിൽ പാക്ക് ചെയ്തുകൊണ്ട് പോയി കേട്ടോ. മൈൽസ് ഓർഡർ ചെയ്തത് ഷ്രിമ്പ് അൽഫ്രേഡോ എന്ന് പറഞ്ഞിട്ടത്. പിന്നെ നമ്മുടെ കുഞ്ഞുവാവ ഓർഡർ ചെയ്ത് പോപ്കോൺ ഷ്രിമ്പായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞുവാവയെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് ഇച്ചിരി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുകൂടി വാങ്ങിക്കാൻ നമ്മൾ ഡിലൻസി വന്നു. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ദിവസം. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്. ബൈ.